ഹലോ, മിച്ചസ് ഗാർഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെയിലിനായിട്ട് നമുക്കിന്ന് കുറച്ച് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അടിപൊളി വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ കയ്യിൽ ഓൺ റൂട്ട് പ്ലാന്റ്സും ഗ്രാഫ്റ്റഡും ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഇത് അർജുനയുടെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആയിരുന്നു കേട്ടോ. നിറയെ പൂക്കളായിരുന്നു. നമുക്കറിയാലോ, പൂക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. അതുപോലെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഓൺ റൂട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് റൂട്ടഡ് പ്ലാന്റ്സും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ പ്ലാന്റ്സും അടിപൊളി തന്നെയാണ്. ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ നോക്കുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ ഗ്രോത്തും അത് നശിച്ചു പോകുന്നതും ജീവിച്ചു വരുന്നതും എല്ലാം. പിന്നെ ഒരുപാട് എക്സ്പേർട്ടായ ആളുകളോട് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, ഗ്രാഫ്റ്റഡ് ആണെങ്കിൽ നമുക്ക് മഴയത്തൊരല്പം ഇരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം അതിന്റെ റൂട്ടഡ് പോർഷൻ ഓൾറെഡി നാടൻ പ്ലാന്റിൽ നിന്ന് ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് ഗ്രാഫ്റ്റഡിന് ഇത്തിരി മഴ കൊണ്ടാലും വലിയ കുഴപ്പമില്ല. റൂട്ടഡ് ആണ് മഴ കൊണ്ടാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും പറഞ്ഞല്ലോ, ഏത് പ്ലാന്റും ഇപ്പോൾ ഇത് ബൊഗേമില്ല ആയാലും ശരി, അഗ്ലോണിമ ആയാലും ശരി, കലാത്തി ആയാലും ശരി, ഈവൻ 10 മണി ആയാലും ശരി, നമ്മൾ നന്നായിട്ട് നോക്കുന്നതനുസരിച്ചാണ്. എന്തിനായാലും അമിതമായ വെള്ളമോ വെയിലോ എന്ത് ചെടിക്ക് കൊണ്ടാലും എല്ലാം നശിച്ചു പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ഗ്രാഫ്റ്റഡ് റൂട്ടഡ് അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും ബൊഗേമില്ല പ്ലാന്റ്സിലുള്ള. കാരണം നമ്മൾ 2 പ്ലാന്റ്സ് നമ്മൾ വളർത്തുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കെയറിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ ആയുസിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട്, നമ്മൾ ഓൺലൈൻ വഴി പ്ലാൻസ് അയക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ കോട്ടയം, ചങ്ങനാശ്ശേരി ഭാഗത്തേക്കൊക്കെയുള്ള ആളുകൾക്ക് നമ്മൾ നേരിട്ട് പ്ലാൻസ് മാക്സിമം നമ്മൾ ഹോം ഡെലിവറി ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊരു ബിസിനസ് ആ സൈഡിൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ ബിസിനസിന്റെ ആവശ്യത്തിന് വണ്ടി മിക്കവാറും ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി വഴിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടൊക്കെ ഉള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെറ്റ് സർവീസ് പോലും ഉപയോഗിച്ച് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെന്റ് കളയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി വഴി കോട്ടയം ഒക്കെ ആണെങ്കിൽ റോഡിന്റെ ഹൈവേയിൽ എവിടേക്കെങ്കിലും നിന്ന് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് അതിന് കൊറിയർ ചാർജ് നമുക്ക് തരേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ വണ്ടി ഓൾറെഡി ഓടുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. അപ്പോൾ ആ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയം, ചങ്ങനാശ്ശേരി, കൂത്താട്ടുള്ള ആ സൈഡിലുള്ള ആളുകൾ ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പെറ്റ് സർവീസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പ്ലാൻസുകളാണെങ്കിൽ മാത്രമേ നമ്മൾ DTDC വഴി അയക്കുന്നുള്ളൂ. മാക്സിമം ഞാൻ പെറ്റ് സർവീസ് ഉപയോഗിക്കാനും നേരിട്ട് കൊടുക്കാനും നോക്കുന്നത്. കാരണം ഭയങ്കര ടെൻഷനാണ് DTDC വഴി ബൊഗേമില്ല അയക്കുമ്പോൾ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരുപാട് പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പാക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നേരിട്ട് തരാനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത് കേട്ടോ. പിന്നെ കഴിഞ്ഞ 1-2 വീഡിയോയിൽ നമ്മൾ ഹോം ഡെലിവറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചിട്ടതിന് ശേഷമൊക്കെ കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഹോം ഡെലിവറിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു. അത് പ്രകാരം കസ്റ്റമേഴ്സിന് കൊടുത്തു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭയങ്കര മോശമായിപ്പോയി. പ്ലാൻസ് നമുക്ക് റീഫണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ വന്നിരിക്കുകയാണ്. അപ്പൊ കസ്റ്റമറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്ലാന്റ് പോവുകയാണെങ്കിൽ റീഫണ്ട് തരാമെന്ന് പറഞ്ഞൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്ര നല്ല ഭംഗിയുള്ള ചെടികൾ കാണിച്ച്, പൂക്കളൊക്കെ ഉള്ള ചെടികൾ കാണിച്ച് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് അവർക്ക് കിട്ടുമ്പോൾ ഒടിഞ്ഞു നുറങ്ങി തലയില്ല വാലും ഇല്ലാതെ കിട്ടിയാൽ അത് ഒരിക്കലും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മുടെ കസ്റ്റമറാണല്ലോ നമുക്ക് ഏറ്റവും മുഖ്യം. അപ്പൊ ഒരിക്കൽ വാങ്ങിയിട്ട് പിന്നീട് അയാൾ നമ്മളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അയാൾ നമ്മളെ വീണ്ടും വീണ്ടും വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരും സെയിൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കസ്റ്റമേഴ്സിന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. കാരണം നമ്മൾ പ്ലാൻസ് കൊടുത്ത് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പെറ്റ് സർവീസിന്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന അന്ന് തന്നെ കസ്റ്റമർക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹോം ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തയച്ച പ്ലാന്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കസ്റ്റമർക്ക് കൈ കിട്ടുന്നത്. അപ്പൊ അത് എന്തവസ്ഥയിലാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പിന്നെ ടെൻഷൻ അടിച്ച് എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കും, അതായത് കസ്റ്റമേഴ്സിന് വളരെ മോശമായിട്ടാണ് പ്ലാന്റ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ആ ഹോം ഡെലിവറി എന്ന് പറയുന്ന സംവിധാനം നിർത്തിവെച്ചേക്കാണ്. നമ്മൾ വലിയ താമസം ഇല്ലാതെ നമ്മൾ നല്ല അടിപൊളി ജെനുവിൻ ആയിട്ടുള്ള ഹോം ഡെലിവറി സർവീസ് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പൊ അതുവരെ നിങ്ങൾ പെറ്റ് സർവീസ് തന്നെ സെലക്ട് ചെയ്യുക. പെറ്റ് സർവീസ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈവേ നിൽക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് പ്ലാൻസ് കൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി പ്ലാൻസ് എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇന്നൊരു അടിപൊളി പ്ലാന്റ് ആണ്. എന്ത് ഭംഗിയെന്നറിയാം. കാരണം നല്ല
പോലെ പൂണ്ടായി നിൽക്കുന്നു. ചുനി ഗോസ്വാമി എന്ന് പറയുന്ന ഒരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. ചുനി ഗോസ്വാമി. പ്രൈസ് നമ്മൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, നമ്മൾ മെസ്സേജ് അയക്കുന്നതാണ്. കാരണം പലരും പല റേറ്റിലാണ് വിൽക്കുന്നത്. റേറ്റ് കൂട്ടിയും കുറച്ചും ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രൈസ് ഡയറക്റ്റ് അങ്ങനെ പറയാത്ത കേട്ടോ. റെയർ പ്ലാന്റ്സിന്റെ ഒക്കെ പ്രൈസ് പലരും പല റേറ്റിന് വിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നോക്കുക, ബ്രിസ പീച്ചാണ്. ബ്രിസ പീച്ചിന്റെ പ്ലാന്റ് ആണ്, നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബ്രിസ പീച്ചിന്റെ. അതുപോലെ ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറയുന്ന ഒരു റെയർ വെറൈറ്റി ബൊഗൈൻവില്ലയാണ്. ഓർക്കണം, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. മാക്സിമം പോയാൽ ഒരു 2 പ്ലാന്റ്, അതിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഇത് വാട്ടർമെലൺ ഗിസിന്റെ പ്ലാന്റ്സ് ആണ്. നമുക്ക് ബ്രിസാർഡിന്റെ കുറച്ച് സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്, ബ്രിസാർഡിന്റെ പ്ലാന്റ്സ്. അതുപോലെ ഇത് ബാലക എന്ന് പറയുന്ന ഒരു അടിപൊളി റെയർ വെറൈറ്റി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ മുല്ലപ്പൂ പോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കും. പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഐവറി കളർ വരുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമുക്ക് ബാലയ്ക്കുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വീഡിയോയിലുള്ള എപ്പോഴും കാണുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടർണി മഹാറാണിയും ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഫാത്തിമ പിങ്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്. കുരു എന്നുള്ള പൂക്കളോട് കൂടി നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഫാത്തിമ പിങ്കിന്റെ. ഇനി ഗോൾഡൻ പിക്ചർ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത്. ഇതിന്റെയൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നോക്കുക, ഇനി തിമ യെല്ലോയുടെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് എത്തിയിട്ടുണ്ട്. വിശാഖ, പിന്നെ നമ്മുടെ അസ്യൂഷ്യൽ നമ്മുടെ സ്റ്റോക്കുള്ള പ്ലാന്റുകളെല്ലാം ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ബ്രിസ പീച്ച് നമുക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് സുചിത്രാസൻ. ഒരു വയലറ്റ് കളർ പൂക്കൾ, പിരിപിരി നാരോ ഷേപ്പ് പൂക്കളോട് കൂടിയ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഈ ചെടികളൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് അത്രയും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നില്ല, വീഡിയോക്കാൾ കൂടുതൽ ഭംഗി നേരിട്ട് കാണാൻ തന്നെയാണ് കേട്ടോ. ഈ ചെടികളൊക്കെ തിമ യെല്ലോ, ട്രൈ കളർ വെരിഗേറ്റഡ് ഉണ്ട്, പലേക്കർ ഉണ്ട്. സുചിത്രാസനിന്റെ പ്ലാന്റ് ഒക്കെ റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ ഫാത്തിമ യെല്ലോയുടെ പ്ലാന്റിന്റെ ഒറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഡയമണ്ട് ഓറഞ്ച് ആണിത്. നമുക്ക് യെല്ലോ ഫാന്റസി ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഗോൾഡൻ പെട്രോ ബാമിനോ, അടിപൊളി പ്ലാന്റ് ആണ്, പൂവിനേക്കാളും ഭംഗിയാണ് ഇലകൾക്ക്. അപ്പോൾ ഗോൾഡൻ പെട്രോ ബാമിനോയുടെ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പേര് പറയപ്പെടാത്ത ഒരുപാട് റെയർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, വിട്ടുപോയി പറയാൻ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.